കഴിഞ്ഞിട്ട് സച്ചേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം അയ്യപ്പൻ ഘോഷം കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു, ഇനി അങ്ങോട്ട് സച്ചേട്ടന്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി, വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചേട്ടനെ കിട്ടുമല്ലോ. അത്രയും മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. എന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പൻ ഘോഷം. അങ്ങനെ ആ ജേർണി ഞാനിപ്പോഴും ഓർക്കുന്നത്, സച്ചേട്ടൻ ആ സർജറിക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട്, നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ, വിലായത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിനക്കറിയാം അത് കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത്. പക്ഷെ ആ ജേർണി ഈ 4 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നമുക്കറിയാം, രാജുവിന്റെ ഉണ്ടായ ഒരു ആക്സിഡന്റിനെ പറ്റി അറിയാം. ജയൻ നമ്പ്യാർ അനുഭവിച്ച ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളധികം ഒരുപാട് സിനിമ, രാജു ഒരുപാട് സിനിമ കഴിഞ്ഞു, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും സച്ചിയേട്ടന്റെ ഒരു ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതില്. ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവിയറൻസ് ഉണ്ട്. ജയൻ നമ്പ്യാരെ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം.